ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളിന്ന് കാണുന്നത്. നിക്കീസ് കഫേയുടെ എല്ലാമായ നിക്കിയുടെ ചോറൂണാണ് നാളെ ഗുരുവായൂരിൽ വെച്ച്. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും കാണുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഏകദേശം 6 മണിക്ക് തിരുവനന്തപുരം മണ്ണന്തലയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു. ഇപ്പോൾ ഏകദേശം 9 മണിയായിട്ടുണ്ട്. ഇപ്പോൾ 9 മണിക്ക് ഞങ്ങൾ മണ്ണാറശാല ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിക്കിയും നിമിഷം എല്ലാം ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ ഗുരുവായൂരിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാകണം. നമുക്ക് കൂടുതൽ കാഴ്ചകൾ കണ്ടുപോകാം. അപ്പോൾ എല്ലാവരും ആണെങ്കിൽ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞെത്തി. അപ്പോൾ ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഞാൻ ഫുഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം അല്ലെ ഫുഡ് ബ്ലോഗ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട എന്ന് കരുതിയാണ്. എന്നാൽ പോലും ഇവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഫുഡിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. വളരെ നല്ല ഫുഡാണ്. അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫാമിലി ആയിട്ട് നടത്തുന്ന ഹോട്ടലാണ്. അപ്പോൾ അച്ഛനും മകളും മകളുടെ ഭർത്താവ് അവരെല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഹോട്ടലാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി കിടക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ആണെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു ഹോട്ടലായതുകൊണ്ടാണ് നമ്മൾ ഈ ഹോട്ടലിനെ കുറിച്ചും ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഫുഡ് ബ്ലോഗ് ഞാൻ സാധാരണ ഈ വീഡിയോയിൽ വേണ്ടാന്ന് കരുതിയാണ്. തീർച്ചയായും നമ്മുടെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഹോട്ടലാണ്. ഞാനിവിടുന്ന് പ്രധാനമായിട്ടും ഞാൻ രാവിലെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. പൊറോട്ടയും കടലയാണ് കഴിച്ചത്. ബാക്കിയുള്ള ആളുകൾ പൂരി അങ്ങനെയുള്ള എല്ലാ ഡിഷസും കഴിച്ചു. എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. തീർച്ചയായും അതുകൊണ്ട് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാണ് ലേഗാസ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, ലേഗാസ് എന്നല്ലേ എൻ്റെ പേര്? ലേഗാസ് കിച്ചൺ. ഓക്കെ. ലേഗാസ് കിച്ചൺ നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്ന വഴി തന്നെയാണുള്ളത്. യാത്ര തുടരാം. ഓക്കെ. ഇവിടെ ഗുരുവായൂരേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂരാണുള്ളത്. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. ഇവിടുത്തെ ആര്യാസിൽ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. അതിനുശേഷം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ കുറേയധികം നേരം നമ്മൾ റെസ്റ്റ് ചെയ്തു. ഇപ്പോൾ റെസ്റ്റ് ചെയ്യുമ്പോൾ കുറേ നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഉച്ച സമയമായിട്ട് വലിയ ചൂടൊന്നുമില്ല. ഇവിടെ കുറേ ആൽമരങ്ങളൊക്കെ ഉണ്ട്. ആൽമരത്തിന് ചുറ്റിലേക്ക് ഒരുപാട് ആളുകൾ വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന ഭക്തർ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഗുരുവായൂരേക്ക് പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ സന്നിധിയിലും നമുക്ക് വിസിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ദേവിയുടെ സന്നിധി വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നു. നിൽക്കുമ്പോഴുടെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമ്മൾ രാവിലെ 7:30 സ്ലോട്ടിലാണ് നമ്മൾ ചോറൂണിന് പോയത്. ഇവിടെ ഒരുപാട് വളരെ തിരക്കാണ്. എനിക്ക് തോന്നുന്നു 100 ആയിരക്കണക്കിന് കുട്ടികളാണ് ഇവിടെ ചോറൂണിനായിട്ട് എത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ക്ഷേത്ര ദർശനം നടത്തുവാനും ചോറൂണ് നൽകാനും ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് മറ്റൊരു വിഷമമുള്ളത്, ഇപ്പോൾ ഞാനിവിടെ കേട്ടത് ഇതിനകത്ത്, അതായത് നമ്മുടെ ക്ഷേത്രത്തിനനുസരിച്ച് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ചെയ്തതാണ്. നമുക്ക് മൊബൈൽ ഫോണോ ക്യാമറയോ ഒന്നും നമുക്കതിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഗുരുവായൂർ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവരെ കണ്ടെത്താനോ അന്ന് ഇവിടെ ഇല്ലാന്ന് തോന്നി. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള വിഷ്വൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നോക്കുമ്പോൾ 400 രൂപയാണ് ഇതിൻ്റെ നമ്മുടെ ചോറൂണിനുള്ള ഫീസ്. അപ്പോൾ അത് കൊടുക്കാൻ നമുക്കൊരു റെസിപ്റ്റ് തരും. അപ്പോൾ ചോറൂണ് കൊടുത്തതിന് ശേഷം നമുക്ക് അകത്ത് കയറി ദർശനം നടത്താൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ദർശനം എല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു നന്ദി പറയേണ്ടത് അപ്പോൾ നമ്മുടെ കുഞ്ഞിയോടാണ് നന്ദി പറയാനുള്ളത്. കുഞ്ഞുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. കുഞ്ഞോടുള്ള ആത്മാർത്ഥമായിട്ടെന്നുള്ള നന്ദി രേഖപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കേരള പോലീസിനും ദേവസ്വം ബോർഡിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നമ്മൾ നേരെ ഇനി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ പോവുകയാണ്. തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി തൃപ്രയാർ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളിലൂടെ കണ്ടു നോക്കാം. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. എനിക്ക് വേണ്ടി നമ്മുടെ എല്ലാ കൂട്ടുകാരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നന്ദി.
മരം കൊണ്ട് കപ്പലുണ്ടാക്കി കപ്പലിലാണ് കുപ്പായക്കാരി.